ഇതാണ് ടൈക്കോ ബ്രാഹെ. ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തിന് മുൻപുള്ള അവസാനത്തെ ഗ്രേറ്റസ്റ്റ് ആസ്ട്രോണമർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 2-ാം വയസ്സിൽ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് അങ്കിള് കൊണ്ടുപോയി വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി. ഒരു ബന്ധുവായി നടന്ന തർക്കത്തിൽ മൂക്ക് നഷ്ടപ്പെട്ട് പ്രോസ്തറ്റിക് മൂക്ക് വെച്ച് ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വന്നു. 14-ാം വയസ്സിൽ ഒരു സൂര്യഗ്രഹണം കണ്ട് ആസ്ട്രോണമിയിൽ അതീവ തൽപരനായ ടൈക്കോയ്ക്ക് കിങ് ഫ്രെഡറിക് രണ്ടാമന്റെ സഹായത്തോടെ ഒരു ഒബ്സർവേറ്ററി നിർമ്മിക്കാൻ സാധിച്ചു. അവിടെ വെച്ച് സ്വന്തമായി നിർമ്മിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും പൊസിഷൻസ് അദ്ദേഹം ആക്യുറേറ്റ് ആയി കണ്ടെത്തി. ചർച്ച അംഗീകരിച്ച ജിയോസെൻട്രിക് മോഡലും ആ കാലത്ത് പോപ്പുലർ ആകാൻ തുടങ്ങിയ ഹീലിയോസെൻട്രിക് മോഡലിനെയും ഒരുമിപ്പിച്ച് ഒരു ഹൈബ്രിഡ് മോഡൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭൂമി നടുക്കും ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന സൂര്യനും സൂര്യന് ചുറ്റും കറങ്ങുന്ന മറ്റ് ഗ്രഹങ്ങളും. ഹി വാസ് മോർ ഇൻ ടു പ്രിസൈസ് ഒബ്സർവേഷൻസ് ദാൻ തിയറീസ്. 1572 നടന്ന ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനും 1577 പ്രത്യക്ഷപ്പെട്ട ഒരു വാൽ നക്ഷത്രവും ഒക്കെ അദ്ദേഹം ഒബ്സർവ് ചെയ്ത് രേഖപ്പെടുത്തി. ഫ്രെഡറിക് രണ്ടാമന്റെ മരണശേഷം റിസർച്ചിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം പതിയെ കുറഞ്ഞു. ആൻഡ് ഹി മൂവ് ടു പ്രാഗ്. അവിടെ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റിനെ കിട്ടി, ജൊഹാനസ് കെപ്ലർ. ടൈക്കോ ബ്രാഹെയുടെ ഡീറ്റെയിൽഡ് ആയ ആക്യുറേറ്റ് ഒബ്സർവേഷൻസിന്റെ സഹായത്താൽ കെപ്ലർ അറൈവ്ഡ് അറ്റ് ദി പ്ലാനറ്ററി ലോസ് ഓഫ് മോഷൻ.